കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഐക്യവും ആത്മീയ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച സംഗമങ്ങൾ. പാലക്കാട്. കേരള സംസ്ഥാനത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ആത്മീയ മൂല്യങ്ങളും സാമൂഹിക ഐക്യവും ഉയർത്തിപ്പിടിക്കുന്ന സംഗമങ്ങൾ സംഘടിപ്പിച്ചുവരുന്നു. ഗ്രാമതലത്തിൽ ആരംഭിച്ച ഈ പരിപാടികൾ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒരുമിപ്പിക്കുന്ന ആത്മീയ സാംസ്കാരിക വേദികളായി മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സംഗമങ്ങളിൽ ആത്മീയ ചിന്തകർ, സാമൂഹിക പ്രവർത്തകർ, യുവജന പ്രതിനിധികൾ, വനിതാ കൂട്ടായ്മകൾ എന്നിവർ പങ്കെടുത്തു. സ്നേഹം, സമാധാനം, പരസ്പര ബഹുമാനം, ധാർമ്മിക ജീവിതശൈലി എന്നീ സർവ്വസാധാരണ ആത്മീയ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുകയെന്നതാണ് പരിപാടികളുടെ പ്രധാന ലക്ഷ്യം. വിഭജന ചിന്തകളെ മറികടന്ന് ആത്മീയ ബോധവും മാനവികതയും ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത വക്താക്കൾ ഊന്നിപ്പറഞ്ഞു. പ്രഭാഷണങ്ങൾ, ധ്യാനാനുഭവങ്ങൾ, ഭക്തിഗാനങ്ങൾ, സാംസ്കാരിക അവതരണങ്ങൾ എന്നിവയും പരിപാടികളുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമൂഹത്തിലെ വിവിധ പ്രായ വിഭാഗങ്ങളിൽ നിന്നുള്ള ജനപങ്കാളിത്തം ശ്രദ്ധേയമായി. ചെർപ്പുളശ്ശേരിയിൽ ആത്മീയ ഐക്യവും മൂല്യാധിഷ്ഠിത ജീവിതവും പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ശ്രദ്ധേയമായി. പരിപാടി ഉദ്ഘാടനം ചെയ്തത് ബ്രഹ്മകുമാരി മീന ബെഹൻജി ആയിരുന്നു. ആത്മീയ ബോധം, മനഃശാന്തി, പരസ്പര ബഹുമാനം എന്നീ സർവ്വമാനവ മൂല്യങ്ങൾ സമൂഹത്തിൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത അവർ ഉദ്ഘാടന പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞു. സത്യമായ ഐക്യം ആത്മീയ ബോധത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വ്യക്തിയുടെ അന്തർമന സമാധാനം സമൂഹ സമാധാനത്തിലേക്ക് നയിക്കുന്നു എന്ന് അവർ അഭിപ്രായപ്പെട്ടു. ശ്രീ ഗോപാലൻകുട്ടി മാസ്റ്റർ, സംസ്ഥാന പ്രസിഡന്റ്, ഭാരതീയ വിദ്യാനികേതൻ, മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമതലത്തിൽ ആത്മീയ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഇത്തരം പരിപാടികൾ സമൂഹ സൗഹൃദത്തിനും ധാർമ്മിക ബോധവൽക്കരണത്തിനും സഹായകരമാകുമെന്ന് സംഘാടക അറിയിച്ചു. പല പേരുകളില് പണ്ഡിതന്മാർ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഏകത ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആ ഒന്നിനെ തിരിച്ചറിയണം. അപ്പോഴാണ് ഒന്നായി ജീവിക്കാൻ നമുക്ക് കഴിയുക. അല്ലെ, ഏകതയിൽ പോകണമെങ്കിൽ ഏകത്തെ തിരിച്ചറിയണം. അപ്പൊ നാനാത്വത്തിലെ ആ ഏകത്വത്തെ തിരിച്ചറിയുക എന്നതാണ് സനാതന ധർമ്മത്തിന്റെ കാതൽ. കുട്ടിക്കാലം മുതൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് നമ്മൾ ഒന്നാണ്, ഒരാളുടെ സ്കൂൾ കോളേജിൽ നമ്മൾ പ്ലഡ്ജ് ചെയ്തപ്പോൾ എല്ലാ ദിവസത്തെയും പ്രതിജ്ഞയിൽ നമ്മൾ ഏറ്റുചൊല്ലിയിട്ടുള്ളത് എന്താണ്? നമ്മളെല്ലാവരും ഭാരതീയരാണ്, ഇന്ത്യക്കാരാണ്, നമ്മൾ സഹോദരികളാണ്. ഈ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് തന്നെ ഒരുപക്ഷെ അസംബ്ലിയിലേക്ക് ഉള്ളിൽ നിന്നുകൊണ്ട്, പിന്നിൽ നിന്നുകൊണ്ട്, മുന്നിൽ നിൽക്കുന്ന കുട്ടിയെ കുത്തുകൾ നുള്ളിപ്പിച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പ്രതിജ്ഞയും ചൊല്ലിയിട്ടുണ്ട്, അല്ലേ? കാരണം നമ്മൾ ചൊല്ലുന്ന പ്രതിജ്ഞയുടെ അർത്ഥത്തെ മനസ്സിലാക്കിക്കൊണ്ടല്ല നമ്മൾ പ്രതിജ്ഞ ചൊല്ലിയിരുന്നത്, ജീവിച്ചിരുന്നത്. ഇന്നും അതേപോലെയുള്ള ഒരു തുടർ ജീവിതത്തിൽ പോകുകയാണ്. പക്ഷേ സമയം, നമ്മൾ ചില കാര്യങ്ങൾ പറയാറില്ലേ നമ്മുടെ അച്ഛനമ്മമാരെ, മക്കളെ ഞങ്ങൾ പറയുമ്പോൾ കേട്ടില്ലെങ്കിൽ സമയം നിങ്ങളെ പഠിപ്പിക്കും. ഇതിപ്പോ കാലത്തിന്റെ വെളിയൊച്ചയാണ്. ഈ സമ്മേളനങ്ങളും ഒന്ന് കാലനിയോഗം പോലെ, ദൈവനിയോഗം പോലെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചിന്തിക്കാനും പുനർവിചിന്തനത്തിനും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനും, അല്ല എന്നുണ്ടെങ്കിൽ എവിടൊക്കെ ചേഞ്ച്, തിരുത്തല് കൊണ്ടുവരണമോ ആ തിരുത്തല് കൊണ്ടുവരാനുള്ള ഒരു സമയം സമാഗതമായിരിക്കുകയാണ്. കാരണം നമ്മൾ സ്വയം നന്നായില്ലെങ്കിൽ സമയം നമ്മളെ നന്നാക്കുന്ന ഒരു സമയം വരുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ബാക്കി നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്തു മതത്തിലാണെങ്കിലും ഇസ്ലാം ധർമ്മത്തിലാണെങ്കിലും എല്ലാം നിങ്ങൾ നോക്കൂ. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കൂട്ടായ്മയോട് കൂടിയ ഒരു പഠനം, കൂട്ടായ്മയോട് കൂടിയ ഒരു പ്രാർത്ഥന, ഒരു ഏകത ആ സഹോദരങ്ങൾക്കിടയിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുണ്ടാകേണ്ടതാണ്. സർവമതങ്ങളും പഠിപ്പിക്കുന്നത് സ്നേഹമാണ്, സമത്വമാണ്, സാഹോദര്യമാണ്, ശാന്തിയുടെ സ്നേഹത്തിന്റെ മന്ത്രമാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് വരണമെങ്കിൽ പഠനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കണം. എന്ത് പഠിക്കണം? സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം മാത്രം നമുക്ക് പോരാ.
നമ്മൾ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല സ്കൂളിലും കോളേജിലും അഡ്മിഷന് വേണ്ടി അല്ലെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി അത് കൂട്ടിവെച്ച് അവരെ പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ പഠിത്തത്തിന്റെ ഇടയിൽ മക്കൾ വഴിവിടച്ച് പോകുമ്പോൾ, തെറ്റുകളിലേക്ക് പോകുമ്പോൾ, ആത്മഹത്യയുടെ മാർഗത്തിലേക്ക് പോകുമ്പോൾ നിസ്സഹായരായിട്ട് കരയാൻ മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അടുത്തിടയിൽ ഒരു ജേർണല് പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. ആ ജേർണലിന്റെ പഠന വിഷയം സൂയിസൈഡ് എന്ന മാറ്റർ ആയിരുന്നു. ആത്മഹത്യയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. അതില് ആ പഠനത്തിന്റെ ഗ്രൂപ്പ് കണ്ടെത്തിയത് ഇന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ പറഞ്ഞത്, ആ പഠനത്തില് റേറ്റ് ആത്മഹത്യയുടെ നിരക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് കാണപ്പെടുന്നത് ഹിന്ദു മതത്തിൽപ്പെട്ടവരാണ്. മറ്റ് ധർമ്മങ്ങളില് സൂയിസൈഡ് റേറ്റ് കുറവാണെന്നാണ് കണ്ടെത്തിയത്. എന്നിട്ട് അവർ അതിനെക്കുറിച്ച് വീണ്ടും പഠിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിനവർ ഉത്തരം കണ്ടെത്തിയത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ പഠിപ്പിച്ചിട്ട് അവർ കണ്ടെത്തിയ ഉത്തരം ഇതാണ്: മറ്റു മതങ്ങളിൽ കൂട്ടായ്മയോട് കൂടിയ മതപഠനമുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അതിലൂടെയുള്ള ഏകതയുടെ ശക്തി വിപരീത സാഹചര്യങ്ങളിൽ അവർക്ക് കരുത്തേക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇടയിൽ എത്രത്തോളം ഒരു ആധ്യാത്മിക പഠനമുണ്ട്. നമ്മുടെ വീടിന്റെ തൊട്ട മതിലിന്റെ അപ്പുറത്ത് ക്ഷേത്രമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആശ്രമമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആധ്യാത്മിക പഠനത്തിന് വേണ്ടുന്ന ഒരു സ്ഥാനമുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം സ്വയം പോകാറുണ്ട്, നമ്മൾ എത്രത്തോളം നമ്മുടെ മക്കളെ വിടാറുണ്ട്, പേരമക്കളെ വിടാറുണ്ട്. കാരണം പഠിപ്പില്ലാതെ, തിരിച്ചറിവിന്റെ ബലമില്ലാതെ, ജ്ഞാന ബലമില്ലാതെ, കൂട്ടായ്മയോടുകൂടിയ പ്രാർത്ഥനകളുടെ ശക്തിയില്ലാതെ ഇനിയുള്ള കാലഘട്ടത്തെ അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാകും. കാരണം നമുക്ക് ഫിസിക്കൽ പവർ കൊണ്ട് മാത്രമേ എല്ലാം നേരിടാൻ കഴിയുകയില്ല. ഇന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം നഗരിയുടെ തൊട്ടടുത്ത് ഒരു കുടുംബത്തില് ഏകപുത്രൻ പെട്ടെന്ന് നഷ്ടപ്പെട്ട ഒരു കുടുംബം, അതിന്റെ തൊട്ടടുത്താണ് നമ്മളിവിടെ ഇരിക്കണം. ഇപ്പോ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് ആ കുടുംബത്തിനും ആ ദേഹം വെടിഞ്ഞ ആത്മാവിനും നമ്മളെല്ലാവരും ഒരു നിമിഷം നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ എവിടെ എപ്പോ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിത സാഹചര്യങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുണ്ടാകുന്ന വേർപാടിന്റെ വേദനകള്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന രോഗങ്ങള്, സാമ്പത്തിക പ്രശ്നങ്ങള്, ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നേരിടാൻ നമുക്ക് എന്ത് വേണം? മനക്കരുത്ത് വേണം, കൂട്ടായ്മയുടെ സപ്പോർട്ട് വേണം. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ സമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ ക്ഷേത്ര സംവിധാനങ്ങളെയും നമ്മുടെ ആശ്രമ സംവിധാനങ്ങളെയും എല്ലാം നമുക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾക്കുള്ളില് കലവറ പോലെ കിടക്കുന്ന, നമുക്കെല്ലാവർക്കും ശക്തി നൽകുന്ന ശസ്ത്രങ്ങളാണ് നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെല്ലാം. അവയെല്ലാം വിദേശത്ത് നിന്ന് പുസ്തകങ്ങളായിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഗീത പോലും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. പല രാജ്യങ്ങളിൽ, അന്യരാജ്യങ്ങളില്, ഭാരതത്തിന് പുറത്ത് അറേബ്യൻ രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടെ അവരുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് നമ്മൾ ഇന്നും ആലോചിച്ച് നിൽക്കുകയാണ്, സംശയിച്ച് നിൽക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഗീതാജ്ഞാനമാണ് നമുക്ക് ജീവിതം ജീവിക്കാനുള്ള ഒരു മാനുവൽ എന്ന് നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം നമ്മളൊരു മിക്സിയോ ഒരു ഗ്രൈൻഡറോ ഏതൊരു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങാൻ പോകുമ്പോഴും നിങ്ങൾക്കറിയാം അത് എങ്ങനെ ഉപയോഗിക്കണം, അതിലെ ഡൂസ് ആൻഡ് ഡോൺസിന്റെ ഒരു കാറ്റലോഗ് നമുക്കുണ്ടാവും. പക്ഷെ നമ്മളെല്ലാവരും ജനിച്ചു വീണപ്പോ നമ്മളോടൊപ്പം ഒരു കാറ്റലോഗ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്കെല്ലാവർക്കും വേണ്ടി സർവശക്തിവാൻ പരംപിത പരമാത്മ സർവേശ്വരൻ സുന്ദരമായ ഒരു കാറ്റലോഗ് മുഴുവൻ മാനവരാശിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ശ്രീമദ് ഭഗവത്ഗീത.
അത് ശ്രീമതമാണ്. ശ്രീ അർത്ഥം ശ്രേഷ്ഠം, മതം അർത്ഥം ഡയറക്ഷൻ, നിർദ്ദേശം. ഈ ഭൂമിയിൽ ഒരു മാനവന് ജീവിക്കാൻ ആത്മാവിൽ ശരീരമാകുന്ന വാഹനത്തിനുള്ളിലിരുന്ന് ജീവിതയാത്ര നടത്തുമ്പോൾ എങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കണം? ഈ കണ്ണുപയോഗിച്ച് എന്ത് കാണണം, എങ്ങനെ കാണണം? ഈ നാവ് ഉപയോഗിച്ച് എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല? എങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കണം നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ പോലും? കാരണം ഏകത ആരംഭിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ട ദ്വീപുകൾക്കുള്ളിലാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു മൊബൈൽ പെട്ടിയുണ്ട്. ഓരോരുത്തരും ആ പെട്ടിക്കുള്ളിലാണ് ജീവിക്കുന്നത്. ഒരു കുടുംബത്തിൽ 2, 3, 4 പേർക്കിടയിലില്ല ഏകത. നമുക്ക് എങ്ങനെ വലിയ സാമുദായിക സംവിധാനത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ഈ ബൃഹത്തായ ഏകതയുടെ സംസ്കാരം നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കണം. കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്ക്, സമൂഹത്തിൽ നിന്ന് നമ്മുടെ ദേശത്തിൽ നിന്ന് പ്രദേശത്തു നിന്ന് ദേശത്തേക്ക്, അങ്ങനെ രാഷ്ട്രങ്ങളിലേക്ക്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും കൂട്ടായ്മയുടെ ശക്തിയിലൂടെ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന അപ്പ് ആൻഡ് ഡൗൺസിൽ നമുക്ക് പിടിച്ചു നിൽക്കാനും വിജയിക്കാനും മുന്നോട്ട് പോകാനും. വിജയം എന്ന് പറഞ്ഞാൽ കേവലം നമ്മുടെ മാത്രം വിജയമല്ല, വ്യക്തിഗത വിജയമല്ല. വിജയം നമ്മുടെ കുടുംബത്തിൻ്റെതാണ്, വിജയം നമ്മുടെ സമൂഹത്തിൻ്റെതാണ്, വിജയം നമ്മുടെ